ആദ്യം നമുക്ക് ഇവിടെ ഒരു റോഡാണ് വേണ്ടത്. JCB തള്ളി സാധനം അകത്തേക്ക് കയറ്റിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഗതി ആർക്കും വരുത്തരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. മുട്ടം പണിയായിട്ട് നമ്മളൊരു പുതിയ പരിപാടി തുടങ്ങി വരുവായിരുന്നു, അപ്പോഴേക്കുമാണ് ഇങ്ങനത്തെ പണി. ഇത് കണ്ടോ വലിച്ചെടുക്കണോ? JCB കൊണ്ട് ലോറീനെ വലിച്ചെടുക്കണം. അപ്പൊ നമ്മള് നേരെ താഴേക്ക് അടിക്കണം. റംബൂട്ടാൻ പഴുത്തിട്ടില്ല, കുറച്ചുകൂടി പഴുക്കാനുണ്ട്. റംബൂട്ടാന് ഇതിന് പച്ച കളറാണെങ്കിലും പക്ഷെ ഇത് നല്ല മധുരമുണ്ട്. ഇതിന് പച്ച കളറാണെങ്കിലും റംബൂട്ടാന് നല്ല മധുരമുണ്ട്. കൊള്ളാം. ചക്ക പഴുത്തിട്ടില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ റബ്ബറും കാട്ടിൽ കൂടി, റബ്ബറും കാടല്ല റബ്ബറും തോട്ടത്തിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം എന്താണെന്ന് വിചാരിക്കും. ആ ഒരു പരിപാടിയുണ്ട്. അതായത് ഇതൊരു അത്യാവശ്യം നല്ല ഏക്കർ സ്ഥലമുള്ള റബ്ബറും തോട്ടമാണ്. നമ്മളിവിടെ ഒരു പരിപാടി ചെയ്യാൻ പോവാം. നമ്മൾ മീൻപിടുത്തവും പാറമട പരിപാടികളൊക്കെ എല്ലാം കഴിഞ്ഞു, അടിപൊളിയായിരുന്നു, നല്ലൊരു സീരീസ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മളിവിടെ ഈ റബ്ബറും കാട്ടിൽ ഒരു സംഭവം ചെയ്യാൻ പോവാം. അതായത് ആൾക്കാരുടെ ബഹളമോ ഒച്ചയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ വണ്ടി കയറണം. അത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് പറയാം. നമുക്കിവിടെ വണ്ടി കയറണം. അതായത് അങ്ങോട്ട് നോക്കുമ്പോൾ അറിയാം നല്ല ദൂരമുണ്ട്. അപ്പം ഇതിലേക്കൂടി വണ്ടി നമ്മുടെ വാഹനം പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വീതി, ഇത്രയും വീതി ഉണ്ട് ഇവിടെ, കുഴപ്പമില്ലാണ്ട്. പറമ്പ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക. അപ്പോൾ ഈ വീതിക്ക് നിൽക്കുന്ന കൈതച്ചക്ക സാധനമൊക്കെ ഉണ്ട്. ഇതൊക്കെ എല്ലാം മാറ്റിയിട്ട് നമുക്കിവിടെ ഒരു റോഡ് വേണം. എങ്കിലേ നമ്മുടെ വണ്ടി അവിടെ പോകുള്ളൂ. നമ്മൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. സംരംഭം കുറേ സാധനങ്ങളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സജഷനൊക്കെ പറയാനുണ്ടാവും, അത് വഴിയെ പറയേണ്ടി വരും. അപ്പം ആദ്യം നമുക്കിവിടെ ഒരു റോഡാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് റോഡ് ഉണ്ടാക്കണം. റോഡ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? JCB കൊണ്ടുവന്ന് ഇതൊക്കെ കൈതച്ചക്ക എല്ലാം പറിച്ച് മാറ്റി വണ്ടി കൊണ്ടുവരാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം. ഉറപ്പായിട്ടും നമ്മളത് ചെയ്യുന്നു. ആദ്യം നമുക്ക് JCB കൊണ്ടുവരാം. അത് കഴിഞ്ഞ് റോഡ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പറയാം നമ്മളിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്. ചേട്ടോ നമ്മുടെ പാറമളയിലെ കണക്ക് കിട്ടിയിട്ടുണ്ട്. ഈ റബ്ബറും കട എങ്ങനെയുണ്ട്? റബ്ബർ കൊള്ളാം, വെട്ടി വിറ്റാൽ നല്ല കാശ് കിട്ടും. ഇത് പിടിച്ചേ, പണി ഞാൻ കാണിച്ചു തരാം. വാ, കുറച്ചധികം പണിയുണ്ട്. ഇതുണ്ട്, ഇത് നമ്മളെ ഇന്നലെ JCB കൊണ്ടുവന്ന് ക്ലീനാക്കി റെഡിയാക്കിയ സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഒരു ഓവൻ ഉണ്ടാക്കണം. ഓവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് അടച്ചിട്ട് കണ്ണൊക്കെ എത്തിക്കില്ല, ആ സാധനം ഉണ്ടാക്കണം. ഇവിടെ നമുക്കൊരു ഓവൻ ഉണ്ടാക്കണം. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ ഇപ്പുറത്ത് വേറെ സാധനങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ പല പല സാധനങ്ങൾ ഉണ്ടാക്കാം. നല്ല വിശാലമായിട്ട് കിടക്കണ പറമ്പ, എന്തുണ്ടെങ്കിലും ഉണ്ടാക്കാം. നിങ്ങൾക്ക് കുറെ നാൾ ഇവിടെ നമുക്ക് സെറ്റ് ആക്കാം. ആ അതെ, ഓവൻ ഉണ്ടാക്കാൻ അറിയാമോ? ഇല്ല, നമുക്ക് പഠിക്കാം. 2, 4, 6, 8 ഉള്ളുവനം വേണ്ട. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇരിക്കണം. പിന്നെ ഇതിങ്ങനെ മൊത്തം കട്ട വേണം, അതിങ്ങനെ ഇതാക്കണം, കെട്ടിപ്പൊക്കണം. പിന്നെ മുകളിൽ നമ്മളൊരു വെറൈറ്റി സാധനം ഞാൻ കണ്ടിട്ടുണ്ട്, ആ സാധനമായിരിക്കും നമുക്ക് വെക്കാൻ വേണം. ഫുൾ വെറൈറ്റി ആയിരിക്കും. മൊത്തം വെറൈറ്റി കൊണ്ട് 6 ഓക്കെ അല്ലേ? അപ്പൊ ഈ അളവിൽ സാധനം വേണം. അപ്പൊ കട്ട പറഞ്ഞേ 8 × 6 × 4 × 2. ഓ
ഓ നല്ല ഐശ്വര്യമാണല്ലേ ഇത്. എന്റെ പൊന്നെ കൊടുങ്കാറ്റും മഴ വരാൻ പോണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ആദ്യം ഉണ്ട് കട്ട വരുന്നതിന് മുമ്പ് ഷീറ്റ് കെട്ടാം. കാറ്റും മഴയും തന്നെ കണ്ട ഓ ശരിയാണ് ശരി. ഒരു ഷീറ്റ് അങ്ങോട്ട് ആദ്യം കെട്ടാം, എന്നിട്ട് നമുക്ക് പണി തുടങ്ങാം. കാലക്കേട് പിടിച്ചവര് വന്നു കഴിഞ്ഞാൽ പലതും കല്ലുമഴ പെയ്യാണ്ടിരുന്ന ഈ കർപ്പളക്ക് ഒരു പ്രത്യേകത ഉണ്ട്. വൈറ്റ് സൈഡ് പൊക്കത്തേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ചൂടുണ്ടാവില്ല, റൈറ്റ് സൈഡ് താഴത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുണ്ടാവും. അങ്ങനെയല്ല, അങ്ങനെ എന്തോ ആണ്. അങ്ങനെയാണ്. കറുപ്പ് താഴെ നിൽക്കണം. കറുപ്പ് താഴെയും വൈറ്റ് മുകളിലും ആണെങ്കിൽ ചൂടുണ്ടാവില്ല എന്നാണ് കടക്കാരൻ പറഞ്ഞത്. നീ അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കേട്ടോ, കറക്റ്റ് സാധനം. ആ യെസ്. നമുക്ക് വിചാരിക്കണ പോലെയൊന്നുമല്ല, പഴയ ജിംനാസ്റ്റിന്റെ അടുത്താണെന്ന് പുള്ളിയുടെ വീട്. അല്ല ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, നമ്മൾ ഇവിടെ അല്ല ഇത് ചെയ്യാൻ ഉദ്ദേശിക്കണ? അല്ല, ഞാനൊരു തെങ്ങ് നോക്കാൻ വേണ്ടി കുഴി എടുത്തു. അപ്പോ അതല്ല, ഇതിപ്പോ നനഞ്ഞ മണ്ണ. അപ്പൊ ഇത് നമ്മളെ കട്ട വെച്ച് കഴിയുമ്പോ വെയിറ്റ് വരുമ്പോ ഇരിക്കൂലേ? അതിന് വെയിറ്റ് ഒന്നും വരില്ലല്ലോ. വരില്ലല്ലേ? ഞാൻ ഇപ്പൊ നിന്നിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, അതാ ചോദിച്ചോ. നല്ലതാണ്. ഇവിടെ സന്ധിപാത നിന്നിട്ട് തന്നെ ഞാൻ ഇരിക്കുന്നുണ്ടെന്ന്. ഞാൻ ഇരിക്കണമെന്നല്ല, കസേര വാങ്ങിയിട്ട് ഇരിക്കുക, അതാണ് നല്ലത്. എവിടെ ഇത് പൂഴിയാണ്, ചെളിയല്ല എറിയാനായിട്ട്, മനസ്സിലായി? അതെ, ചെളി വാരി അങ്ങ് എറിയണേ. ഒരു മ്യൂസിക് കൂടി ഇട്ട് തരട്ടെ. സ്റ്റാലി മറ്റേ ഓളിയുടെ പാട്ടൊക്കെ. എന്റെ ചെരുപ്പ് ചെരുപ്പിന്റെ അടിവറൊക്കെ പറയും. നല്ല ഇനം ക്യാമറാമാൻ കുഞ്ഞു വിൽപ്പനയ്ക്ക്. ക്യാമറ വർക്കില്ല സമയത്ത് എല്ലാ പണിയും ചെയ്യും. എന്ത് പണിയും ചെയ്യും സാർ. അതെ, കണ്ടാ? പടത്തെ പണി പഠിക്കും. പണി കളയണ്ട. മമ്മട്ടിയിലെ കൈ കൊണ്ട് മാന്തിക്കോ? മമ്മട്ടി അറിയാം, മമ്മട്ടി തന്നെ. അതും പറഞ്ഞ മമ്മട്ടിയിലെ തന്നെ പണി. ശരിയുണ്ടോ? അമ്പോ ഇത് കൊള്ളാലോ. ഇത് നമ്മുടെ സാധാരണ കട്ടയുടെ സ്ഥലമല്ലേ? അല്ല, ഇത് പുതിയ ടെക്നോളജിയിൽ ഉണ്ടാക്കുന്ന എന്തോ സംഭവമാണ്. അപ്പൊ ഫുൾ മെഷീനറി ഉണ്ടോ? കൊള്ളാം. നമുക്ക് ഫുള്ള് ഈ കട്ട വെച്ച് തന്നെ അങ്ങോട്ട് കെട്ടാം അല്ലെ? കാണാനും മെനുണ്ട്. തേക്കണ്ട, പുറം തേക്കണ്ട, വെറുതെ ഒരുമിച്ച് അങ്ങോട്ട് വെച്ചേക്കാം. കൊള്ളാം. 40 ഇഞ്ച്, 42 ഇഞ്ച്, 42 ഇഞ്ച് കയറാം. 42 8 വെടി. ഇയാളും എന്റെ ആകാശത്ത് നോക്കി കണക്കെടുത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് കണക്ക് തെറ്റും എന്നുള്ള കാര്യം ഉറപ്പാ. നമുക്ക് കട്ട അടുത്തുള്ളതുകൊണ്ട് നമുക്ക് കട്ട വന്ന് വാങ്ങാം. കുഴപ്പമില്ല. മറ്റേ പാറമടയുടെ വെള്ളത്തിന്റെ പ്രശ്നമല്ല, ഇത് കട്ട ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് എത്ര കട്ട വേണമെങ്കിലും വാങ്ങാം. അപ്പൊ നമ്മള് കട്ട സെറ്റ് ആക്കിയിട്ടുണ്ട്. മൊത്തം 275 കട്ട അല്ലെ? 9355 വരും. ഓക്കെ അല്ലേ? അതെ, ഒരു ചെറിയ പണി കിട്ടി. നമ്മുടെ ലോറി അവിടെ ബ്ലോക്കായി. അതായത് നമ്മള് കട്ട കൊണ്ടുവരാൻ വേണ്ടി നോക്കിയതാ, ലോറി അവിടെ പൂണ്ടുപോയി. ഇല്ല, പണി പാളി. അപ്പൊ എല്ലാരും കൂടി പുറയുന്ന അങ്ങോട്ട് ആഞ്ഞു തള്ളുവാണ് സാധനം. പതുക്കെ തള്ളി അങ്ങോട്ട് ആട്ടി കയറ്റി വിടണം. എന്റെ പൊന്നോ, എന്ത് നമ്മള് തുടങ്ങി വരുമ്പോ എപ്പോഴും നമുക്ക് അപശകുനങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ്. നമ്മുടെ ലോറി നന്നായിട്ട് പൂണ്ടിട്ടുണ്ട്. ഇതുണ്ടോ, വീല് പോരില്ല. എന്താ പ്ലാൻ? JCB വിട്ടുള്ള കളിയില്. അപ്പൊ JCB കൊണ്ടുവന്നിട്ട് പൊക്കാൻ. പൊക്കാനാണോ?
JCB വിളിക്കാൻ പോയിട്ടുണ്ട്. JCB കൊണ്ട് JCB നമ്മുടെ ഭാഗ്യ ചിഹ്നമാണല്ലോ. ആ. JCB JCB കൊണ്ട് വന്ന് പോയതല്ലേ ഉള്ളൂ. ശരിക്കും JCB ചിഹ്നത്തിൽ മത്സരിക്കാൻ മന്ത്രിയായിട്ട്. JCB തള്ളി സാധനം അകത്തേക്ക് കയറ്റിട്ടുണ്ട്. ഒലിച്ച് ആകെ അലമ്പായി കിടന്നു. ലോറി അകത്തോട്ട് പോയിട്ടുണ്ട്. ഇല്ല വേണ്ട, അവിടെ പിന്നെയും കുഴിയിലിരുന്ന് JCB തള്ളിക്കൊണ്ട് പോവാണ്ട നമ്മുടെ വണ്ടീനെ. എന്റെ പൊന്നെ, എന്തൊരു പെടാപ്പാടാന്ന് ഓർക്കണേ. വീണ്ടും പൂണ്ട് കേട്ടാ. 1, 2, 3ാമത്തെ പ്രാവശ്യമാണ് വണ്ടി പൂണ്ട് പോണത്. അതായത് നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കട്ട വണ്ടിയിലകത്ത് ഉള്ളതുകൊണ്ടാണ് ഈ വണ്ടി അനങ്ങാത്തത്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ വരുമ്പോഴേക്കും സംഗതി പിന്നെ ഇവിടെ പൊഴിയാവും. തിരിച്ചു വരുമ്പോഴേക്കും പൊഴിയാവും. അത് നമ്മള് അല്ല ഇങ്ങോട്ട് ഇട്ടാലും മതി. തിരിക്കാണ്ടിടാൻ പറ്റില്ലല്ലോ. ഓ പടുത പൊട്ടി. കുഴപ്പമില്ല, സീനില്ല. പൊക്കിക്കൊടു. ഓക്കെ. കുഴപ്പമില്ല. പോട്ടെ. JCB ലോറി ഉണ്ട്. ബാക്കടിച്ചോ. അപ്പൊ എന്റെ കൈ കൊണ്ട് ലോറിനെ പതുക്കെ വലിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കണം. ലോക്ക് ചെയ്തിട്ടുണ്ട്. പതുക്കെ ലോറി ബാക്കിലേക്ക് പിടിക്കണം. പോട്ടെ. വരുന്നുണ്ട്. ആ കൊള്ളാം. റൈറ്റ്. ഓ ലോറി ഒന്ന് തിരിപ്പറിയാണ്ട് എന്റെ പൊന്ന്. JCB അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സാധനം ഇട്ടിട്ട് വേണം ഇത് വലിച്ച് പുറകിലേക്ക് എടുക്കാൻ. എന്നാലേ നമുക്ക് കട്ട ഇവിടെ അടിക്കാൻ പറ്റുള്ളൂ. എന്റെ പൊന്നോ, ഇത് കണ്ട മോനെ 8ന്റെ പണിയാണ്. ലോറി വലിച്ച് JCB കൊണ്ട് വലിച്ചെടുക്കണ സീനാണ് നിങ്ങൾ കാണണം. മുട്ടം പണിയായിട്ട് നമ്മളൊരു പുതിയ പരിപാടി തുടങ്ങി പറഞ്ഞു. അപ്പോഴേക്കുമാണ് ഇങ്ങനത്തെ പണി. ഇത് കണ്ടാ വലിച്ചെടുക്കണ JCB കൊണ്ട് ലോറീനെ വലിച്ചെടുക്കുക. സീനാണ്. കട്ട സീൻ. ഇത് കണ്ട നിന്ന് കറങ്ങണ ഈ ലോറിയുടെ അത് നിറച്ചും കട്ടയാണ്. ആ കട്ട ഇറക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. ഇത് റബ്ബറിങ്ങാണ്. ഓ സീൻ, കൊടും സീൻ. പോരട്ടെ. ലോറി പോരട്ടെ. അതെ, ലോറി വലിച്ച് വിട്ടിട്ടുണ്ട്. പോരട്ടെ. അപ്പൊ നമ്മുടെ കട്ട നേരെ താഴേക്ക് അടിക്കുവാണേ. കട്ട നമ്മള് നേരെ താഴേക്ക് അടിക്കണം. ഇത്രയും കട്ട ഉണ്ടായിരുന്നോണ്ടാണ് ശരിക്കും നമ്മുടെ ലോറി സ്റ്റക്കായി പോയത്. വേറെ ഒന്നുമല്ല. ഈ കട്ട നല്ല സ്ട്രോങ് ആണ്. ഇങ്ങനെ കൊണ്ടൊന്ന് കമത്തി അടിച്ചാൽ മതി. ഇനിയും ഇത് അങ്ങോട്ട് തിരിച്ച് കറക്കി കൊടുക്കണം. എന്നാലേ ലോറി പോവുള്ളൂ, അല്ലെങ്കിൽ ലോറി പോവില്ല. വണ്ടി തിരിച്ച് വണ്ടി വെറുതെ മുട്ടി കൊടുക്കുമ്പോ അങ്ങോട്ട് പറന്നാ പോണം. JCB വെച്ച് മുട്ടി കൊടുക്കുവാണ്. ലോറി അങ്ങ് പോവാണ്.
അതിൻ്റെ ഉള്ളിൽ കട്ട ഇല്ലായിരുന്നു, മുഴുവൻ കട്ട ഇറക്കി. ഇതാണ്ട കട്ട ഉണ്ടോ, നല്ല അടിപൊളി ഫിനിഷിങ് കട്ടയാണ്. ഒരു ഓവൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് കേട്ടോ. ഇതുപോലത്തെ ഒരു ഗതി ആർക്കും വരുത്തരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിടന്ന വെച്ച സ്ഥലമാണ്. JCB വന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്, അതിലും ഭംഗിയാക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഹെൽമെറ്റ് ഒക്കെ എന്തിനാണ് കൈ പിടിച്ച് നോക്കണോ? ഹെൽമെറ്റോടെ കിട്ടാം. അപ്പൊ ഇനി ലോറി ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ ഇതേപോലെ തള്ളി വിടാനേ പറ്റുള്ളൂ. അതായത് JCB പണി കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ ഫ്രണ്ടിൽ കുഴിയുണ്ട്, ആ കുഴിയും കൂടി ഒന്ന് നിവർത്തിയിട്ട് JCBനെ നമ്മള് വിടുന്നുള്ളു കേട്ടോ. എങ്ങനെ കിടന്നു വെച്ച സ്ഥലമാണ് അല്ലേ? എപ്പിടി എന്റെ വണ്ടി പോലും തന്റെ വണ്ടി എങ്ങനെ പോവും? അവിടെ ഇത് വന്ന ലോറി വന്ന JCB വന്ന കുഴിയുണ്ടായി, ഇതിലെ കൂടി വഴി പോകുന്ന അവിടെ ഫ്രണ്ടില് ഇതാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എടിക്ക് എന്നാലും നമ്മ ഇവിടെ വന്ന് കൈവച്ചാൽ ഇത് തന്നെയുള്ള അവസ്ഥ. നാളെ കട്ടാൻ തുടങ്ങാല്ലേ അപ്പൊ? നാളെ കെട്ടാൻ തുടങ്ങാം. അതല്ല അപ്പൊ റിങ് വരുമ്പോ എന്ത്? റിങ് ഇനി വേറൊരു സാധനം വരാണ്ട്, അത് വരുമ്പോ ഇനി JCB വിളിക്കേണ്ടി വരും. JCB കൊണ്ടുവരാൻ പറഞ്ഞാൽ അല്ല, ശരിക്കും റിങ് JCBക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ എളുപ്പമാണ്. ശരിയായിരുന്നു. എന്റെ കർത്താവേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.